morning, dear students. Silent prayer. Today we are going to start a new chapter, chapter 15, probability. We already learned about probability in class 8. Do you remember that? Probability means a chance of a thing that is happen or not happen. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമോ സംഭവിക്കാതിരിക്കുമോ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഊഹം പറയുന്നത് അത് സംഭവിക്കാനുള്ള ചാൻസ് അത് പറയുന്നതാണ് പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വിൽ പ്രോബബ്ലി റെയിൻ ടുഡേ. മഴ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ മഴ പെയ്യാതിരിക്കാനും അവിടെ ഒരു ചാൻസ് കിടപ്പുണ്ട്, ഇല്ലേ? അതുപോലെ ഐ ഡൗട്ട് ദാറ്റ് ഹി വിൽ പാസ് ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംശയമാണ്, ഡൗട്ടാണ് പാസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം, രണ്ട് ചാൻസ് അവിടെ ഉണ്ട്. കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. സെയിം വേ മോസ്റ്റ് പ്രോബബിളി കവിത വിൽ സ്റ്റാൻഡ് ഫസ്റ്റ് ഇൻ ദ ആനുവൽ എക്സാമിനേഷൻ. ആനുവൽ എക്സാമിനേഷന് കവിത ഫസ്റ്റ് പൊസിഷനിൽ എത്താതെ ഇരിക്കാം. അപ്പോൾ നമ്മൾ അത് ഊഹിക്കുകയാണ്, അല്ലേ? നമ്മൾ അത് അസ്യൂം ചെയ്യുവാണ്, അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അതുപോലെ പെട്രോൾ, ഡീസൽ ഇതിൻ്റെയൊക്കെ പ്രൈസസ് ഹൈ ആയിട്ട് കൂടിപ്പോകുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ചാൻസ് ഉണ്ട്, അത് കൂടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത് ഹാപ്പൻ ചെയ്യാനും നോട്ട് ഹാപ്പൻ, അതായത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉള്ളതിനെ നമ്മൾ ഊഹിച്ച് പറയും. ചിലപ്പോൾ, അല്ലേ? പ്രോബബിളി, മോസ്റ്റ് പ്രോബബിളി, ഡൗട്ട്, അങ്ങനെ പല ചാൻസ്, ദെയർ ഈസ് എ ചാൻസ്, ഇങ്ങനത്തെ പല വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കാനുള്ള ചാൻസിൻ്റെ ആ ഒരു ഫ്രാക്ഷനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് സോ മെനി ആക്ടിവിറ്റീസ് ഗിവൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് പ്രോബബിലിറ്റി. സോ ആക്ടിവിറ്റി 1 പേജ് 272. ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. പേജ് 272 നിങ്ങൾക്ക് തന്നെ സ്വയം റീഡ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി 1, 2, 3 ആക്ടിവിറ്റീസ്, 4 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 1, take any coin, toss it 10 times and note down the number of times a head and a tail come up. Record your observations in the form of the following table. So first activity il parayna 1 coin edutittu 10 times toss cheyam. Toss cheyyumbol ningal number of times tossed total 10 table il thannittund. Number of times head comes up. ഓരോ പ്രാവശ്യവും tail ആണോ head ആണോ വരുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് വന്നത് 10 ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഇവിടെ എഴുതുക. നമ്പർ ഓഫ് ടൈംസ് ടെയിൽസ് കമ്മപ്പ് എത്രയാണെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ 2 ഫോർമുലാസ് തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ വാല്യൂസ് ഓഫ് ദ ഫോളോവിങ് ഫ്രാക്ഷൻസ്. നമ്പർ ഓഫ് ടൈംസ് എ ഹെഡ് കംസ് അപ്പ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ദ കോയിൻ ഈസ് ടോസ്ഡ്. ഓൾസോ നമ്പർ ഓഫ് ടൈംസ് എ ടെയിൽ കംസ് അപ്പ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ദ കോയിൻ ഈസ് ടോസ്ഡ്. അപ്പോൾ അവിടെ ഹെഡ് വന്ന പ്രോബബിലിറ്റി, ടെയിൽ വന്ന പ്രോബബിലിറ്റിയാണ് ആ ഒരു ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കോയിൻ ഉണ്ട്. ഈ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാൻസ് ഏതൊക്കെ വരാനാണ്? ഹെഡ് ഓർ ടെയിൽ. പക്ഷെ ഏതാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഹെഡ് വരുമെന്നും പറയാൻ പറ്റത്തില്ല, ടെയിൽ വരുമെന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒന്ന് വരും എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ വരുന്ന ഈ ഹെഡും ടെയിലിനെ നമ്മൾ ഔട്ട്കം എന്ന് വിളിക്കും. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഔട്ട്കംസ് ആണ് ഹെഡ് ഓർ ടെയിൽ. ഇതിനെന്താ നമ്മൾ വിളിക്കുക? ഔട്ട്കംസ്. അതായത് നമുക്ക് എന്ത് ആൻസർ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ 10 ടൈംസ് കോയിൻ ടോസ് ചെയ്ത് അതിൻ്റെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുന്നതിന് നമ്മൾ ട്രയൽ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ട്രയൽ നമ്മളിങ്ങനെ ഇങ്ങനെ ടോസ് ചെയ്ത് വരുന്നത് ട്രയലാണ്. ആ ട്രയലിൻ്റെ ഔട്ട്കംസ് ആണ് ഹെഡ് ആൻഡ് ടെയിൽ. അതുപോലെ വേറെ നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ഡൈ യൂസ് ചെയ്യാറുണ്ട്. അതിന് എത്ര ഔട്ട്കംസ് വരാൻ ചാൻസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്, അല്ലേ? 6 ഫേസസ് ആണ്. 1, 2, 3, 4, 5, 6 എന്ന നമ്പേഴ്സ് എഴുതി 6 ഫേസസ് ആണ്. അപ്പോൾ അതിൽ 1, 2, 6 എനി നമ്പർ, ഏത് നമ്പർ വേണേലും നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. അപ്പോൾ അത് 6 ഔട്ട്കംസ് ആണ് ആ ഒരു ട്രയലിലുള്ളത്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ത്രോ ചെയ്യുന്നത് നമ്മൾ ട്രയൽ എന്ന് പറയും. ആ ട്രയലിന്
പോസിബിൾ ആയിട്ട് മോർ ദാൻ വൺ ഔട്ട്കംസ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് പോസിബിൾ വരാൻ ചാൻസ് ഉള്ളതാണ് ട്രയൽ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ ഇവന്റ് എന്നൊരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം തീരുമാനിക്കുകയാണ്, നമ്മൾ ടോസ് ചെയ്യുമ്പോഴെല്ലാം ഹെഡ് വരണം. ഹെഡ് നമുക്ക് മതി, ടെയിൽ വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ പല പ്രാവശ്യം ടോസ് ചെയ്യുന്നു, 10 times ഫോർ എക്സാമ്പിൾ ടോസ് ചെയ്യുന്നു. ഹെഡ് വരുന്നതൊക്കെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു ഇവന്റ്. ടെയിൽ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിലൊക്കെ നമ്മളോട് ചോദിക്കുന്നത് ഒരു കളക്ഷൻ ഓഫ് ഔട്ട്കംസ്, നമ്മൾ അതായത് ആ എക്സ്പെരിമെൻറ്റിൽ നമ്മളോട് പറയുകയാണ് നമ്പർ ഓഫ് ടൈംസ് ഹെഡ് വരുന്നത് എത്രയാണ്. അപ്പോൾ ആ ഹെഡ് വരുന്നതാണ് അവിടുത്തെ ഒരു ഇവന്റ് എന്ന് പറയുന്നത്. An event of an experiment is the collection of some outcomes of the experiment. ആ ഒരു എക്സ്പെരിമെന്റിലെ സം ഔട്ട്കംസിന്റെ കളക്ഷൻ ആണ് ഇവന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതാണോ ഫേവറബിൾ, നമ്മളിപ്പോൾ ഹെഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് വരുന്നതെല്ലാം നമുക്കുള്ള ഇവന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രോബബിലിറ്റി നമ്മൾ എടുക്കുന്ന ഫോർമുല, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ആണ്. ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചതാണ്. The empirical or experimental probability is equal to number of trials in which he has happened by total number of trials. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ് എത്ര പ്രാവശ്യം വന്നു ആ ഒരു നമ്പർ ന്യൂമറേറ്റർ ആയിട്ടും ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതുക. ഇപ്പം നമ്മൾ ആക്ടിവിറ്റി 1ൽ 10 times കോയിൻ ടോസ് ചെയ്യാനായിരുന്നു. അതിൽ ഹെഡും വരാം ടെയിലും വരാം. നമ്മുടെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് വരുന്നതാണെന്ന് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് ഹെഡ് മതി എന്ന് വെക്കുന്നു. അപ്പോൾ ആ ഹെഡ് വരുന്ന നമ്പർ ഓഫ് ട്രയൽസിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് 10 ആണ്. ഓരോ പ്രാവശ്യവും ടോസ് ചെയ്യുന്നതാണ് ഈ ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് നമ്മൾ 6 times ഹെഡ് വന്നെങ്കിൽ 6/10 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ ഹോളിനെ ഫ്രാക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രാക്ഷൻ എഴുതാറില്ലേ, ആ ഒരു സെയിം ബേസിക് തന്നെയാണ് ഇതിനും പ്രോബബിലിറ്റിയിലും ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുവാണ്. അതിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? അതിൽ ഔട്ട്കംസ് എത്രയാ? ടോട്ടൽ ഔട്ട്കംസ് 2 ആണ് അല്ലേ? ഹെഡും ടെയിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് വരാൻ ചാൻസ് ഉള്ളത് 2 ആണ്. നമ്മൾ ഏതാ എടുക്കുന്നത്? ഹെഡ് വരാൻ എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. സോ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2. 1 times ഹെഡ് വരാനുള്ള ചാൻസ് ഉള്ളൂ. 2 ആണ് ടോട്ടൽ ഔട്ട്കംസ്. അപ്പോൾ 1/2 ആണ് ഹെഡ് വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ടെയിൽ വരാനുള്ള ചാൻസും 1/2 ആണ്. ഇത് ഒരു ട്രയലിൽ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തപ്പോഴേ കാര്യമാണ് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 10 times അല്ലെങ്കിൽ ഓരോ കാര്യം ഇവന്റും കുറേ പ്രാവശ്യം സംഭവിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂമറേറ്ററും ടോട്ടൽ നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ആയി. ഇനി ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയ്ക്ക്, ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും എപ്പോഴും. പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും വരിക. അതിൽ വലിയ വാല്യൂസോ 0യിൽ താന്നു പോയ വാല്യൂസോ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നു, അതിനകത്ത് നിന്ന് നമ്മൾ പല രീതിയിലുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തി. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സം ഓഫ് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും എപ്പോഴും. അത് നമ്മൾ ആ എക്സാമ്പിൾസ് നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോബബിലിറ്റി ബിറ്റ്വീൻ 0 and 1 ഇൻക്ലൂഡിങ് 1. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്സിലെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിപ്പോകാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടാനായിട്ട്. സോ ടേക്ക് പേജ് നമ്പർ 277. എക്സാമ്പിൾ 1. എ കോയിൻ ഈസ് ടോസ്ഡ് 1000 times with the following frequencies: head 455, tail 545. Compute the probability of each event. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോയിൻ 1000 times ടോസ് ചെയ്തു. 1000 times മീൻസ് ടോട്ടൽ ട്രയൽസ് 1000. ഇനി ഹൗ മെനി ടൈംസ് ഹെഡ് അക്വയർസ്? 455 and tail 545. Calculate the probability for each event. Each event എന്ന് പറഞ്ഞാൽ എന്താ? Probability of getting head. Probability of a chance for getting head is equal to probability of number of times we get head by total number of trials. മനസ്സിലായോ? ഇവിടെ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കേട്ടോ. ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 455 by 1000.
ഇനി എന്ത് ചെയ്യണം? 455/1000 നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. കട്ട് ചെയ്ത് ഫ്രാക്ഷനിൽ തന്നെ നിർത്തിയാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിനെ 0.455 എന്നിങ്ങനെ പോയിന്റ് ഡെസിമലിൽ കൊടുത്തിട്ടുണ്ട്. ഡെസിമലിലാക്കിയാലും കുഴപ്പമില്ല. മെയിനായിട്ട് നമ്മൾ ഫ്രാക്ഷനായിട്ടാണ് കട്ട് ചെയ്ത് സിംപിളിസ്റ്റ് ഫ്രാക്ഷനിലാണ് നിർത്തുന്നത്. ഇത് 1000 കൊണ്ടുള്ള ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡെസിമലിലാക്കാം. സെയിം വേ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ ഈസ് ഈക്വൽ ടു 545/1000 ഈക്വൽ ടു 0.545. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ് അതിന്റെ നമ്പർ ഓഫ് ടൈംസ് ഒക്കർ ചെയ്ത നമ്പർ ഓഫ് ടൈംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ്, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പ്രോബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അതാണ് സം ഓഫ് പ്രോബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1. ആ പർട്ടിക്കുലർ ഇവന്റിൽ, അതായത് പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ളത്, അതുപോലെ പി ഓഫ് ടി ടെയിൽ കിട്ടാനുള്ളത്, ഇത് രണ്ടുമാണ് ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതിന്റെ രണ്ടിന്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, നൗ എക്സാമ്പിൾ 2. 2 coins are tossed simultaneously 500 times and we get 2 heads 105 times, 1 head 275 times, no head 120 times. Find the probability of occurrence of each of these events. 2 coins 500 times simultaneously എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ടൈം തന്നെ 2 കോയിൻസ് ടോസ് ചെയ്തു. അപ്പോൾ ഈ 2 കോയിൻസിന് നമുക്ക് ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്, ഇല്ലേ? ഇതിന് ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്, ഇതിന് ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയായിരിക്കും ഒരു ട്രയലിൽ ഏതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്? വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ട്രയലിൽ നമുക്ക് ഫസ്റ്റിന് ഹെഡ് വരാം, സെക്കൻഡിന് ഹെഡ് വരാം, അല്ലെങ്കിൽ ഫസ്റ്റിന് ഹെഡ് വരാം, സെക്കൻഡിന് ടെയിൽ വരാം, ഓർ ഫസ്റ്റിന് ടെയിൽ, സെക്കൻഡ് ഹെഡ് ആൻഡ് ബോത്ത് ഹാവ് ടെയിൽ. ഇങ്ങനെ വരാം. ഇത്രയാണ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ട്രയലിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അതായത് ഒരേ സമയം 2 എണ്ണം ടോസ് ചെയ്യുന്നു, രണ്ടിലും ഹെഡ് വരാം, അല്ലെങ്കിൽ ഒന്നിൽ ഹെഡ് മറ്റേതിൽ ടെയിൽ, അല്ലെങ്കിൽ ആദ്യത്തേൽ ടെയിൽ, സെക്കൻഡിൽ ഹെഡ്. ഇവിടെ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് 2 HT അല്ലേ ഇതിൻ്റെ ഓർഡർ അല്ലേ തിരിഞ്ഞു പോയുള്ളൂ. അവിടെ ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും ഓർത്തോണം, ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫസ്റ്റിനാണ് ഇവിടെ ടെയിൽ വന്നത്, ഇവിടെ സെക്കൻഡ് കോയിനാണ് ടെയിൽ വന്നത്. അതിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരു രണ്ടിലും TT വരാം. ഇനി ഇതാണ് നമ്മളോട് 2 ഹെഡ്സ് ഇങ്ങനെ കോയിൻ ടോസ് ചെയ്ത സമയത്ത് 2 ഹെഡ്സ് വന്ന ടൈംസ് ഒക്കെ 105 ടൈംസ് ഉണ്ട്. 1 ഹെഡ്, അതായത് ഇതിനകത്ത് ഈ 2 ഓപ്ഷനകത്ത് 1 ഹെഡാണ്. അപ്പോൾ കോമൺ ആയിട്ട് 1 ഹെഡ് വന്നത് ഫസ്റ്റിലാകാം, സെക്കൻഡിലാകാം, നോ പ്രോബ്ലം. 1 ഹെഡ് വന്ന ഓപ്ഷനാണ് 275 ടൈംസ്. ഇനി നോ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ടെയിൽസ് വന്നത്. അത് എത്ര ടൈംസാ? 120 ടൈംസ്. ഇനി ഇത് ഓരോന്നിൻ്റെ പ്രോബിലിറ്റി നമ്മൾ എഴുതണം. So probability of getting 2 heads is equal to 105 by total number of times 500. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് തന്നിട്ടുണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് അല്ലേ. പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 head 275/500. ആൻഡ് പ്രോബിലിറ്റി ഓഫ് E3 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്, that is 120/500. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവൻറ്റിൻ്റെ നമ്പർ ന്യൂമറേറ്റർ ആയിട്ടും ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതുക. Now example 3. A die is thrown 1000 times with the frequencies for the outcomes 1, 2, 3, 4, 5 and 6 as given in the following table. Table 15.6 ഓരോന്നും വരുന്ന ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഇവന്റ് ഒക്കർ. ഓക്കെ, number of times that particular event occurs. So 1 in 179 times, 2 150 times, 3 157 times, 4 149 times, 5 175 times, 6 190 times. ഓരോന്നിൻ്റെ നമ്പർ ഓഫ് ടൈംസ് വന്നിട്ടുണ്ട്. പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് E1, E2 ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിവിടെ എക്സാമ്പിളിൽ തന്നിട്ടുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. പ്രോബിലിറ്റി ഓഫ് E1 equal to frequency of 1 by total number of times the die throw.
ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് എത്രയായിരുന്നു? 1000 ടൈംസ്. 1 ഒക്കർ ചെയ്തത് 179. സോ 179/1000. പിന്നെ 1100 ഒക്കെ വരുന്നത് നമുക്ക് ആ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റിയാൽ മതി. 0.179. Now probability of getting 2 150/1000. ഈസി ആണല്ലേ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 157/1000. ഇതെല്ലാം നിങ്ങൾ റെഡ്യൂസ് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതുപോലെ ഡെസിമലിലേക്ക് മാറ്റണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ പ്രോബിലിറ്റി ഓഫ് 6 E6, അതായത് 6 കിട്ടാനുള്ള ഗെറ്റിംഗ് 6 കിട്ടാനുള്ളത് 190/1000. ഈസി ആണല്ലോ. ഈ പ്രോബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 1 ആണ് കിട്ടുക. ഇനി എക്സാമ്പിൾ 4. On one page of a telephone directory, there were 200 telephone numbers. The frequency distribution of their unit place digits, for example, in the number 25, 82, 85, 73, the unit place digit is 3, is given in figure table 15.7. Without looking at the page, the pencil is placed on one of these numbers, that is the number is chosen at random. What is the probability that the digit in its unit place is 6? So ടെലിഫോൺ ഡയറക്ടറി നിങ്ങളിപ്പോൾ അങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് നമ്മൾ ലാൻഡ് ലൈൻ നമ്പേഴ്സ് ആയിരുന്നപ്പോൾ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞ് നമ്പേഴ്സ് എല്ലാം എഴുതുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരു പേജ് എടുത്തിട്ട് അതിനകത്ത് ഒരു നമ്പർ ഒരു പെൻസിൽ കൊണ്ടൊന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുവാണ്. റാൻഡം മീൻസ് നമ്മൾ നോക്കാതെ നമ്മൾ ആ ബുക്ക് അങ്ങ് തുറന്നു, നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഒരു നമ്പറിലേക്ക് ടച്ച് ചെയ്യുന്നു. അതാണ് റാൻഡം. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന നമ്പർ കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു പേജിൽ യൂണിറ്റ് പ്ലേസിൽ 0, 1, 2, 3 തൊട്ട് 9 വരെ വരുന്ന നമ്പേഴ്സിൻ്റെ നമ്പർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന 22, യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം 26 അങ്ങനെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡിജിറ്റ്സ് ഇൻ ഇറ്റ്സ് യൂണിറ്റ് പ്ലേസ് ഈസ് 6. യൂണിറ്റ് പ്ലേസിൽ 6 വരാനുള്ള പ്രോബിലിറ്റി. സോ യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 14. സോ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 being in the unit place equal to frequency of 6 by total number of selected telephones. Total number of selected telephones എവിടെയാണ്? ഒരു പേജിൽ 200 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഫ്രീക്വൻസി നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 14/200. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾ 14/200 നമുക്ക് 200 കട്ട് ചെയ്യാം ഇല്ലേ? 14/75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/200 7 2s are 14, 100 into 2 200. ഇനി നമുക്കിതിനെ 0.07 ഡെസിമലിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഈസി ആയിട്ട് മാറ്റാൻ പറ്റില്ലേ? Now example 5. The record of a weather station shows that out of the past 250 consecutive days, its weather forecast were correct 175 times. അതായത് വെതർ സ്റ്റേഷനിൽ അത് നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, വെതർ പ്രവചിക്കുന്നവർ പറയും ഇത് ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇന്നത്തെ വെതർ എന്നൊക്കെ പറയും. അപ്പോൾ അത് 250 കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 250 ഡേയ്സിൽ 175 ടൈംസും ഇവർ പറഞ്ഞത് കറക്റ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൺ എ ഗിവൺ ഡേ ഇറ്റ് വാസ് കറക്റ്റ്? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളൊരു ഡേ പറയുന്നു, ആ ഡേയിൽ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കാൻ, അവർ പറഞ്ഞ വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര എടുത്തിരിക്കുന്നത്? 250. Probability of the forecast was correct on a given day is equal to number of days when the forecast was correct by total number of days for which the record is available. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് വരാനുള്ള ടൈംസ് എത്ര ടൈംസ് കറക്റ്റ് വന്നു ആ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. സോ 175/250. അത് നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്ത് വന്നിട്ട് ഡെസിമലിലാക്കിയാൽ മതി. ഇല്ല സിംപ്ലസ്റ്റ് ഫോമിൽ ഫ്രാക്ഷനിൽ തന്നെ നിർത്താം. Second question, what is the probability that it was not correct on a given day? നോട്ട് കറക്റ്റ് ആവാനുള്ള ചാൻസ്. അപ്പോൾ നമ്മളത് നോട്ട് കറക്റ്റ് ആവാനുള്ള ടൈംസ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 250 ആണ്. 250/175
we get 75. 75 days ആണ് not correct ആവാതെ വന്നത്. So probability of the forecast was not correct on a given day equal 75 by 250. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കൊരു കാര്യം തന്നില്ലെങ്കിലും അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, ടോട്ടലിൽ നിന്ന് നമുക്കറിയാവുന്ന സബ്ട്രാക്ട് ചെയ്തപ്പോൾ നോട്ട് കറക്റ്റ് ഉള്ളതും കിട്ടി, എന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, now example 6. A tire manufacturing company kept a record of the distance covered before a tire needed to be replaced. ഒരു ടയർ മാനുഫാക്ചറർ കമ്പനി എത്ര ഡിസ്റ്റൻസ് ഒരു ടയർ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡ് എഴുതി വെക്കുന്നു. ദ ടേബിൾ ഷോസ് ദ റിസൾട്ട് ഓഫ് 1000 കേസസ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 1000 ആണ്. ഓരോ ടയറിനും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ലെസ് ദാൻ 4000 20 ടയേഴ്സ് മാറ്റണം. 4000 to 9210 അങ്ങനെ കിലോമീറ്ററിൻ്റെ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് ടയർ തന്നിട്ടുണ്ട്. If you buy a tire of this company, what is the probability that? ഇപ്പം നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ ടയർ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള അതായത് പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബബിലിറ്റി, ഇറ്റ് വിൽ നീഡ് ടു ബി റീപ്ലേസ്ഡ് ബിഫോർ ഇറ്റ് ഹാസ് കവർ 4000 കിലോമീറ്റർ. നിങ്ങൾ പോയിട്ടൊരു ടയർ വാങ്ങിച്ചു, നിങ്ങൾക്ക് കിട്ടിയ ടയർ 4000 കിലോമീറ്റർ കവർ ചെയ്യുന്നതിന് മുമ്പ് മാറണം, റീപ്ലേസ് ചെയ്യേണ്ട ചാൻസ് എത്രയായിരിക്കും? അപ്പോൾ ലെസ് ദാൻ 4000 വരുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട്? ഫ്രീക്വൻസി 20. ടോട്ടൽ എത്രയാണ്? 1000. സോ 20 by 1000 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഇതിൻ്റെ നിങ്ങൾ എഴുതേണ്ട ആ ഒരു സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോബബിലിറ്റി ഓഫ് ടയർ ടു ബി റീപ്ലേസ്ഡ് ബിഫോർ ഇറ്റ് കവേഴ്സ് 4000 കിലോമീറ്റർ. ഇതൊക്കെ എഴുതി വേണം പ്രോബബിലിറ്റി എഴുതാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് വിൽ ലാസ്റ്റ് മോർ ദാൻ 9000 കിലോമീറ്റർ. 9000 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടയറാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ അവിടെ നമ്മൾക്ക് 9000 to 14000 ഉണ്ട്, മോർ ദാൻ 40000 ഉണ്ട്. ഇത് രണ്ടും 9000 എബവ് അല്ലേ? സോ വി നീഡ് ടു ആഡ് 325 plus 445. ടെക്സ്റ്റ് അത് ചെയ്തിട്ടുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് എ ടയർ ദാറ്റ് വിൽ ലാസ്റ്റ് more than 9000 kilometer is 325 plus 445 equal to 770. അതായത് നമ്മൾ 9000 എബോവ് എന്ന് പറയുമ്പോൾ 9001 മുതൽ 14000 മോർ ദാൻ 14000 എല്ലാം 9000 എബോവ് അല്ലേ? സോ അത് ആഡ് ചെയ്യുക, എന്നിട്ട് 770 by 1000. ഓക്കെ, now third question, it will need to be replaced after it has covered somewhere between 4000 kilometer and 14000 kilometer. 4000-നും 14000-നും ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുള്ളൂ? 4000 to 9000, 9001 to 14000. അതായത് ആ സെക്കൻഡും തേർഡും കോളം 200 plus 325. അത് ഫസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി 535 by 1000. ഓക്കെ, now example 7. The percentage of marks obtained by a student in the monthly test unit test are given below. ഇപ്പോൾ മന്ത്ലി യൂണിറ്റ് ടെസ്റ്റാണ്, മന്ത്ലി ടെസ്റ്റാണ്. സോ 5 monthsൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻസ് ഗെറ്റ് മോർ ദാൻ 70% മാർക്ക് ഇൻ എ യൂണിറ്റ് ടെസ്റ്റ്. മോർ ദാൻ 70% വരാനുള്ള ചാൻസ് എവിടെയാണ്? അവിടെ മോർ ദാൻ 70%. ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ടെസ്റ്റ് എത്രയാണ്? 5. അതെവിടെയാണ്? യൂണിറ്റ് ടെസ്റ്റിൻ്റെ നമ്പർ ഇവിടെ 1 2 3 5 എന്ന് കൊടുത്തിട്ടുണ്ട്. The number of unit tests in which the student obtained more than 70% mark is 3. എത്ര ടൈംസ് 70 above ആയി? സെക്കൻഡും തേർഡും 5th ടെസ്റ്റ് പേപ്പറിന് 70 above% വന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ടൈംസ് 3. സോ പ്രോബബിലിറ്റി ഓഫ് സ്കോറിംഗ് മോർ ദാൻ 70% മാർക്ക് ഈക്വൽ ടു 3 by 5. Now example 8. An insurance company selected 2000 drivers at random, that is without any preference of one driver over another, in a particular city to find a relationship between age and accidents. The data obtained are given in the following table. So insurance company 2000 ഡ്രൈവേഴ്സിനെ റാൻഡം ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു ഡ്രൈവറെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ വെച്ച് അടുത്തയാൾ അങ്ങനത്തെ റിലേഷൻ ഒന്നുമില്ല, ചുമ്മാ പോയിട്ട് ഒരു 2000 ഡ്രൈവേഴ്സിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അവരുടെ ഏജ് നോക്കുന്നില്ല, അവർ ഏത് കാറ്റഗറിയിലാണല്ലോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല, ഡ്രൈവർ എന്നുള്ള ഒരു വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു.
ഇനി ഒരു പർട്ടിക്കുലർ സിറ്റിയിലുള്ളതാണ് എടുക്കുന്നത്. ഇനി അതെന്താണ്, അവരെന്തിനു വേണ്ടിയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്? ഏജും ആക്സിഡൻറ്റും തമ്മിലുള്ള റിലേഷൻ. സോ അതിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഫോളോവിങ് ഇവൻറ്റ്സ് ഫോർ എ ഡ്രൈവർ ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ സിറ്റി. അപ്പോൾ ഇതിനകത്ത് ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പ്രോബിലിറ്റി വരാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീങ് 18-29 years of age and having exactly 3 accidents in 1 year. അതായത് ഇവിടെ ആക്സിഡൻസ് 0 ആക്സിഡൻറ്റ്, 1 ആക്സിഡൻറ്റ്, 2 ആക്സിഡൻറ്റ്, 3 ആക്സിഡൻറ്റ്, ഓവർ 3 ഇങ്ങനെ 18-29 ഏജിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 30-50 ഏജസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എബോവ് 15 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബീങ് 18-19 years of age, 18-19 years of ഏജിൽ വരണം. ഹാവിങ് എക്സാക്ട്ലി 3 ആക്സിഡൻസ് ഇൻ 1 year. ഒരു ഇയറിൽ 1 ഇയറിലെയാണ് ഇവിടെ ടേബിൾ തന്നിരിക്കുന്നത്. 3 ആക്സിഡൻറ്റ് വരണം. അങ്ങനെ അതിൻ്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? സോ ടോട്ടൽ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് 2000 ആണ്. ഇനി 18-29 years ഓൾഡിൽ എത്ര ആക്സിഡൻ്റ് ആണ്? കറക്റ്റ് 361. സോ 61/2000. ഈസി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, being 30-50 years of age and having 1 or more accident in a year. ഏത് ഏജ് ആണ്? 30-50. 1 or more accident എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 to over 3 വരെയുള്ള ഫ്രീക്വൻസീസ് നമ്മൾ ആഡ് ചെയ്യണം. 125 plus 60 plus 22 plus 18. So 225. Then 225/2000. അതാണ് അതിൻ്റെ പ്രോബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ, ഹാവിങ് നോ ആക്സിഡൻറ്റ് ഇൻ 1 year. ഒരു ആക്സിഡൻറ്റും ആ ഇയറിൽ വരാത്തത് ഇല്ലേ? ഹാവിങ് നോ ആക്സിഡൻറ്റ് ഇൻ 1 year. അതേതാണ്? 0 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏത് ഏജ് ആണെങ്കിലും പ്രശ്നമല്ല. ഒരു ആക്സിഡൻറ്റും ഇല്ലാത്തത് 400 plus 505 plus 360. So 1305/2000 ആണ് അതിൻ്റെ പ്രോബിലിറ്റി. Now example 9. Consider the frequency distribution table 14.3 example 4 chapter 14. Chapter 14 example 4 table 14.3 നോക്കിയിട്ട് which gives the weights of 38 students of a class. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 14 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. പേജ് നമ്പർ 243. ദേ ആർ ഗിവൺ വെയ്റ്റ്സ് ഓഫ് സ്റ്റുഡൻസ് അല്ലേ? 38 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ്സിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ അത് ബേസ് ചെയ്തുകൊണ്ട് ഈ എക്സാമ്പിൾ 9 നോക്കാം. Find the probability that the weight of a student in the class lies in the interval 46-50 kg. 46-50 കിലോഗ്രാമിൽ വരുന്ന പ്രോബിലിറ്റി. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 38 ആണ്. 46-50 കിലോഗ്രാമിൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്? 3. സോ പ്രോബിലിറ്റി ഈസ് 3/38. Second question, give 2 events in this contest, one having probability 0 and the other having probability 1. ഇതിനകത്ത് പ്രോബിലിറ്റി 0 വരാനുള്ള ഒരു കോണ്ടസ്റ്റ്, അതായത് ഒരു സാഹചര്യം, പ്രോബിലിറ്റി 1 വരാനുള്ള ഒരു സാഹചര്യവും നമ്മൾ പറയണം. ഒരു അത് തന്നിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, കൺസിഡർ ദ ഇവന്റ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് വെയ്സ് 30 കിലോഗ്രാം. സ്റ്റുഡൻറ്റിന് 30 കിലോഗ്രാം വരുന്നത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ടേബിളിൽ 30 കിലോഗ്രാം ഇല്ല, അല്ലെങ്കിൽ എബോവ് 75 ഉണ്ടോ? ഇല്ല. അത് രണ്ടും ഇവിടെ 0 പ്രോബിലിറ്റി നമുക്ക് പറയാൻ പറ്റും, ഇല്ലാത്തതാണ്. ഓക്കെ, since no students has this weight, the probability of occurring this event is 0. Similarly, the probability of a student weighing more than 30 kilogram, അവിടുത്തെ തന്നെ ബേസ് ചെയ്ത് 30 കിലോഗ്രാമിൽ മോർ വരുന്നത്, 30 കിലോഗ്രാമിൽ കൂടുതലല്ലേ ഈ 38 സ്റ്റുഡൻസിനും. സോ 38/38 1 അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. 31 to 75 ആണ് നമ്മുടെ കിലോഗ്രാംസ്. 31ൽ ബിലോ ആയിട്ടുള്ള നമ്പർ വന്നാൽ ചാൻസ് 0 ആണ്, പ്രോബിലിറ്റി 0 ആണ്. അതുപോലെ 75 എബോവ് വന്നാലും പ്രോബിലിറ്റി 0 ആണ്. അതുപോലെ 38 സ്റ്റുഡൻസും 31 എബോവ് ആണ് അതിൻ്റെ കിലോഗ്രാം വരുന്നത്. സോ 30 എബോവ് ആണ്. സോ 38/38 1 വരാനുള്ള പ്രോബിലിറ്റി ആയി. Now example 10. 50 seeds were selected at random from each of 5 bags of seeds and were kept under standardized conditions favorable to germination.
After 20 days, the number of seeds which had germinated in each after 20 days, the number of seeds which had germinated in each collection were counted and recorded as follows. For 5 bags ഉണ്ട് ടോട്ടൽ. അതിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ജെർമിനേഷന് വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ 14 സീഡ്സ് ജെർമിനേറ്റ് ചെയ്തു, സെക്കൻഡിൽ 48 അങ്ങനെ തന്നിട്ടുണ്ട്. What is the probability of germination of more than 40 seeds in a bag? More than 40 seeds വരുന്നത് ബാഗിൽ ഏതൊക്കെയുണ്ട്? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബാഗ്സ് ആണ് നോക്കേണ്ടത്, നമ്പർ ഓഫ് സീഡ്സ് അല്ല. How many number of bags? Total number of bag is 5. 5 ബാഗ്സിൽ എത്ര എണ്ണത്തിന് 40 above വന്നു? സെക്കൻഡും തേർഡും ഫിഫ്ത്തും 3 ബാഗ്സ് 40 above ആണ്. So 3/5 ആണ് probability of more than 40 seeds in a bag. Okay. Now second question, 49 seeds in a bag. 49 seeds തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ബാഗിലുണ്ടോ 49? ഇല്ല. So number of bags in which 49 seeds germinated equal 0. So probability of germination of 49 seeds in a bag equal to 0/5, that is 0. And third question, more that 35 seeds in a bag. 35 seeds in a bag എന്ന് പറയുന്നത് എല്ലാ ബാഗിലും 5 ബാഗ്സിലും 35 above അല്ലേ വന്നിരിക്കുന്നത്. സോ 5/5 പ്രോബബിലിറ്റി 1. സോ ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും ചെയ്ത് നിങ്ങൾ പഠിക്കുക. എക്സസൈസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. സോ റൈറ്റ് ദീസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.